വെൽക്കം ടു മാത്സ് ഗാലക്സി. 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ഗാലക്സിയുടെ അടുത്ത ക്ലാസ്. 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏരിയ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക. തുടർച്ചയായിട്ട് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാത്സ് ക്ലാസ് കിട്ടുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് പോർഷനിൽ കഴിഞ്ഞ ദിവസം ഏരിയ എന്താണെന്നും ഏരിയയുടെ നേച്ചറും നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. പാരലൽ ലൈൻസിനിടയിൽ വരുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിനെ തുടർന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. വീഡിയോ കണ്ടില്ലാത്തവർ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. അതൊന്നുകൂടി കണ്ടിട്ട് വന്നാൽ മാത്രമേ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ട്രൈ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ, എ സി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആൻഡ് ദെൻ draw triangles ABP, BCQ and CAR of same area such that angle BCQ is equal to 60 degree, angle BAP is equal to 90 degree and angle ACR is equal to 30 degree. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രാ എ ട്രയാങ്കിൾ ABC with measures AB is equal to 7 cm, AC is equal to 5 cm and BAC is equal to 60 degree. ഇങ്ങനെയുള്ള ട്രയാങ്കിൾ നമുക്ക് വരച്ചു വെക്കണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ജിയോമെട്രിയുടെ പോർഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്താണോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ആ കിട്ടുന്ന മനസ്സിലാകുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒരു റഫ് ഫിഗറായിട്ട് സ്കെച്ച് ഔട്ട് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻ ഇതാണ്: ഡ്രാ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി is equal to 7 സെൻറ്റിമീറ്റർ, എ സി is equal to 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബി എ സി is equal to 60 ഡിഗ്രി. ഫസ്റ്റ് പോർഷൻ ഇതാണ്. എ ബി സി എന്ന ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഇൻ വിച്ച് എ ബി is equal to 7 സെൻറ്റിമീറ്റർ, അത് ആദ്യമേ നമുക്ക് എഴുതി വെക്കാം. എ ബി 7 സെൻറ്റിമീറ്റർ ആൻഡ് എ സി is equal to 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, അതും നമുക്ക് വരച്ചു വെക്കാം. ആൻഡ് ആംഗിൾ ബി എ സി is equal to 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രിയും ആയിരിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ ആൾറെഡി ക്വസ്റ്റ്യനിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഡ്രാ എ ട്രയാങ്കിൾ വിത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും പോർഷൻ ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ നോട്ട്ബുക്കിൽ വരയ്ക്കും എന്നത് ഉൾപ്പെടെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡ്രോ ട്രയാങ്കിൾസ് എ ബി പി, ബി സി ക്യു ആൻഡ് സി എ ആർ. 3 ട്രയാങ്കിൾ ഇനി നമുക്ക് വരയ്ക്കണം. എ ബി പി എന്ന മറ്റൊരു ട്രയാങ്കിൾ, ബി സി ക്യു എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ ആൻഡ് സി എ ആർ എന്ന് പറയുന്ന മൂന്നാമത്തെ ട്രയാങ്കിൾ. ഇങ്ങനെ 3 ട്രയാങ്കിൾ കൂടി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. വാട്ട് ഈസ് ഇറ്റ്സ് റെസ്ട്രിക്ഷൻ? സി എ ആർ ഓഫ് സെയിം ഏരിയ. ഈ എ ബി സിയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള 3 ട്രയാങ്കിൾ വേണം നമുക്ക് വരച്ചു വയ്ക്കാൻ. എ ബി സി എന്ന ട്രയാങ്കിളിന് ഒരു ഏരിയ ഉണ്ടാകും. അത് നമുക്കറിയാം എന്താണ് ഏരിയ എന്ന്. ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദിസ് ഫിഗർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എ ബി പി ഉണ്ടാക്കണം, ട്രയാങ്കിൾ ബി സി ക്യു ഉണ്ടാക്കണം, ട്രയാങ്കിൾ സി എ ആറും നമുക്ക് ഉണ്ടാക്കണം. ബട്ട് ദർ ഈസ് ആൾസോ എ കണ്ടീഷൻ. എന്താണ്? ആംഗിൾ ബി സി ക്യു, ട്രയാങ്കിൾ എ ബി പി വരയ്ക്കുമ്പോൾ, ട്രയാങ്കിൾ ബി സി ക്യു വരയ്ക്കുമ്പോൾ, ട്രയാങ്കിൾ സി എ ആർ വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന ബി എ പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ട്രയാങ്കിൾ എ ബി പിയുടെ ബി എ പി 90 ഡിഗ്രി ആയിരിക്കണം. ബി സി ക്യുവിൻ്റെ ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി ആയിരിക്കണം. ട്രയാങ്കിൾ സി എ ആർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആയിരിക്കണം. സിമ്പിളാണ്. നമുക്കിതിൻ്റെ 1 by 1 ആയിട്ട് നോക്കാം. സിമ്പിളായിട്ട് തീരും. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് ചെയ്തു പോകാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സി, എ ബി 7 സെൻറ്റിമീറ്ററും എ സി 7 സെൻറ്റിമീറ്ററും ആംഗിൾ എ 60 ഡിഗ്രിയുമുള്ള ഈ ആംഗിൾ എ ബി സി കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു കൺസ്ട്രക്ട് ദിസ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് നമുക്ക് 2 സൈഡുകളും ഒരു ഇൻറ്റീരിയർ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സൈഡ് ആദ്യമേ നമുക്കിങ്ങ് വരയ്ക്കാം. ആംഗിൾ എ ബി എത്ര സെൻറ്റിമീറ്ററാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ആംഗിൾ എ ബി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യമേ ഇതിൽ നിന്നും 0-ൽ പോയിന്റ് ഇട്ടു, 7-ൽ പോയിന്റ് ഇട്ടു. നമുക്ക് 7 സെൻറ്റിമീറ്റർ എ ബി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. എ ബി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. ഓക്കെ. നമ്മൾ ഈ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചുകൊണ്ട് നിൽക്കരുത്. അപ്പോഴും തന്നെ പേര് കൊടുക്കണം. ഏത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്താലും പേര് കൊടുക്കുക. അതിൻ്റെ മെഷർമെൻറ്റും കൂടെ അങ്ങ് എഴുതുക.
അപ്പോൾ എ ബി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എ ബി സി കൺസ്ട്രക്ട് ചെയ്യാൻ ഇതിൻ്റെ സി എന്ന വെർട്ടെക്സിനെ കണ്ടെത്തിയാൽ മതി. പക്ഷേ സി എന്ന വെർട്ടെക്സ് കണ്ടെത്തണമെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൽ നിന്നും എ സിയിലേക്കുള്ള നീളം, എ സിയുടെ നീളം ഉറപ്പായിട്ടും 5 സെൻറ്റിമീറ്റർ ആയിരിക്കുകയും വേണം. മാത്രവുമല്ല ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കുകയും വേണം. ആംഗിൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നത് അത് ആ വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക, കണ്ടിട്ടുള്ളവർ അതൊന്ന് റീവൈൻഡ് ചെയ്യുക. ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് ആംഗിൾ എ ബി എന്നൊക്കെ നമ്മളവിടെ അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ആംഗിൾ എ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി നമുക്കിവിടെ ഉണ്ടാക്കണം. അതുപോലെ ആംഗിൾ ദ ലെങ്ത് ഓഫ് എ സി മസ്റ്റ് ബി 5 സെൻറ്റിമീറ്റർ ആയിരിക്കുകയും വേണം. എ സിയുടെ നീളം അളന്നെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായിരിക്കണം? എ സിയുടെ ആംഗിൾ 60 ഡിഗ്രി നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ട് വേണം നീളം അളന്നെടുക്കാൻ. അല്ലാതെ നമ്മൾ ആദ്യമേ എ സി 5 സെൻറ്റിമീറ്റർ വരച്ച് വെച്ചാൽ ആംഗിൾ 60 ഡിഗ്രി ആവണമെന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിൾ ക്രിയേറ്റ് ചെയ്താലേ ഈ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ആദ്യം ആംഗിൾ 60 ഡിഗ്രി ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ലൈനിൻ്റെ ബേസ് ആക്കിക്കൊണ്ട് പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ 0 പാസ് ചെയ്ത് പോകുന്ന ബേസ് ലൈൻ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ 60 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. ഈ എ ബി എന്ന ഈ ലൈനിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാൽ 60 ഡിഗ്രിയിലൂടെ അത് പാസ് ചെയ്ത് പോകുമെങ്കിൽ ആ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ 60 ഡിഗ്രി ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ലൈനിനെ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് 60 ഡിഗ്രിയിലെത്തും. അത് ഈ 60യിലൂടെ പാസ് ചെയ്ത് പോയാൽ നമ്മൾ ഈ സാധാരണ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തെറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ താഴത്തെ സ്കെയിൽ വേണോ മുകളിലത്തെ സ്കെയിൽ വേണോ എന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ആംഗിൾ മെഷർ ചെയ്യുമ്പോഴാണ്. അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ ആംഗിളിൻ്റെ ഡെഫിനിഷൻ ആദ്യം പറഞ്ഞത്. ആംഗിൾ ഈസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് എ റേ എന്ന് ഞാൻ പറഞ്ഞ് ആ ഡെഫിനിഷനെ ബേസ് ചെയ്ത് വേണം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പം 0-ൽ, പിന്നെ വരുമ്പോൾ 10-ൽ, അതിനുശേഷം 20, 20, 30, 40 ഇങ്ങനെ തുടക്കം മുതൽ എവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആംഗിൾ മെഷർ ചെയ്താൽ നിങ്ങൾക്ക് താഴത്തെ മെഷർമെൻറ്റ് വേണോ മുകളിലത്തെ സ്കെയിൽ വേണോ എന്ന് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് റൊട്ടേഷൻ തുടങ്ങുമ്പോൾ ഈ ലൈനിൻ്റെ റൊട്ടേഷൻ തുടങ്ങുമ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ കൂടിക്കൂടി വരുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ മെഷർ ചെയ്യാൻ താഴത്തെ ആംഗിൾ വേണോ മുകളിലത്തെ ആംഗിൾ വേണോ എന്ന് കൺഫ്യൂഷൻ വരാതിരിക്കും. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് തന്നെ ആ ഡെഫിനിഷൻസ് പഠിച്ചുകൊണ്ട് തന്നെ മാത്സ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് മാത്സ് എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ നമ്മൾ വന്ന് ഈ റൊട്ടേഷൻ ഇതുവഴി പാസ് ചെയ്ത് പോയാൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഈ ആംഗിളിന് 60 ഡിഗ്രി കിട്ടുക എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്ത് ഈ പോയിന്റിലൂടെ പാസ് ചെയ്താൽ 60 ഡിഗ്രി കിട്ടുമെന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിലൂടെ നമുക്കൊരു ലൈൻ അങ്ങ് വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഈ പോയിന്റ്, ഈ ലൈൻ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഈ റേ പാസ് ചെയ്ത് പോയി, ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി അതിനകത്ത് നമ്മൾ കണ്ടീഷനേ ഉള്ളൂ, എ മുതൽ സി വരെയുള്ള ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന ഒരൊറ്റ കണ്ടീഷനേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുത്താൽ മാത്രം മതി. അത് നമുക്ക് സിമ്പിളായിട്ട് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് മെഷർ ചെയ്ത് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് മെഷർ ചെയ്ത് ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്താൽ ഈ പോയിന്റ് ആയിരിക്കും സി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോമ്പസ് ഉപയോഗിച്ച് സ്കെയിലിനെ ഉപയോഗിച്ച് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. 0 എന്ന പോയിന്റ് മുതൽ 5 വരെയുള്ള ലെങ്ത് മെഷർ ചെയ്ത് കോമ്പസുകളുടെ 2 എൻ പോയിന്റുകളും ക്ലിയർ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറക്റ്റ് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഈ വെർട്ടെക്സിൽ നിന്നും ഇവിടേക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇത് രണ്ടും ഒരു പോയിന്റ് തന്നെയാണ് കിട്ടുന്നത്. ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. ആ പോയിന്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ എ സിയുടെ ലെങ്ത് 5 സെൻറ്റിമീറ്ററുമായി. അപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. എ ബി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ, എ സി ഈക്വൽ ടു 5 സെൻറ്റിമീറ്ററിൻ്റെ ബേസ് എല്ലാം കിട്ടി. ഇനി അതിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ആ ട്രയാങ്കിൾ എന്തായിക്കോളും? ഈ തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഒരു ട്രയാങ്കിൾ ആയിക്കോളുകയും ചെയ്യും. അപ്പോൾ ഇതിനെ പതുക്കെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ആ ട്രയാങ്കിൾ എന്തായാലും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്ററിലും എ സി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്ററിലും ഉള്ള ഒരു ട്രയാങ്കിൾ വിത്ത് സൈഡ് 7 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 60 ഡിഗ്രി ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് പോകണം. ഇതാണ് നമുക്ക് ഇപ്രാവശ്യം പഠിക്കേണ്ടുന്ന ഏരിയയെ ബേസ് ചെയ്തുള്ള പോർഷൻ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രയാങ്കിൾസ് ABP, BCQ ആൻഡ് CAR. ആദ്യം നമുക്ക് ABP കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ABP കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ദ ഏരിയ ഓഫ് ABP മസ്റ്റ് ബി ദ ഏരിയ ഓഫ് ABC. ABCയുടെയും ABPയുടെയും ഏരിയ രണ്ടും സെയിം ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ ആംഗിൾ BAP ഷുഡ് ബി 90 ഡിഗ്രി. ആംഗിൾ BAP 90 ഡിഗ്രി ആയിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ശ്രദ്ധിച്ചവിടെ ഈ ട്രയാങ്കിളിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പം BA ഇവിടെ ഉണ്ട്. BA ഇവിടെ ആൾറെഡി നമുക്കുണ്ട്. ഇതിനകത്ത് P എന്ന വെർട്ടെക്സിന് എവിടെയോ വരും. ഈ ABCക്കൊപ്പം P എന്ന വെർട്ടെക്സ് ഇതിനകത്ത് എവിടെയോ ഇനി വരുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ P എന്ന വെർട്ടെക്സ് നമുക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് BAP ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിരുന്നു. എവിടെയെങ്കിലും ഒരു P ഇട്ടിട്ട് അങ്ങ് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അത് പറ്റില്ല. BAP എന്ന് പറയുന്ന ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രി ആയിരിക്കണം, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തേത് ഈ ഉണ്ടാക്കിയെടുക്കുന്ന BAPയുടെ ഏരിയയും BACയുടെ ഏരിയയും സെയിം ആയിരിക്കുകയും വേണം. ഈ ഒരു കണ്ടീഷനാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറിയുടെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും ഈ BAPയുടെ ഏരിയ ഈക്വൽ ആവണം BACക്ക് എങ്കിൽ എങ്ങനെ BAP എന്ന് പറയുന്ന Pയോട് കൂടിയ വെർട്ടെക്സ് വരുന്ന BAP എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ BACക്ക് ഈക്വൽ ആകണമെങ്കിൽ ഈ സിയും ഇനി നമ്മൾ ഇടാൻ പോകുന്ന Pയും ഒരു പാരലൽ ലൈനിലായിരിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് വിത്ത് സെയിം ബേസ് ഹാവിങ് ദി സെയിം ഏരിയ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം BACക്കകത്ത് ഒരു 90 ഡിഗ്രി ആംഗിൾ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കണ്ടീഷൻ. രണ്ടാമത്തത് ആ 90 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈനിൽ P എവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഏരിയ ഈക്വൽ ആക്കിക്കൊണ്ടായിരിക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് BAP നമുക്ക് 90 ഡിഗ്രിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഈ ലൈനിന് പാരലായിട്ട് ഈ വെർട്ടെക്സിൽ ഒരു 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ലൈനിന് പാരലായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നു. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സെറ്റ് സ്ക്വയറിനോട് ചേർത്ത് ഈ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുവഴി വരയ്ക്കുന്ന പാരലൽ ലൈൻ ഇതുവഴി വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് തീർച്ചയായും ഇതിന് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 90 ഡിഗ്രി ആംഗിൾ. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. BACക്ക് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ ഇവിടെ നമ്മളൊരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ലൈൻ ഇതുവഴി പാസ് ചെയ്ത് പോവുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ലൈനിൽ എവിടെയെങ്കിലും ഒരു P പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ആ P ഇടുമ്പോൾ എന്തായിരിക്കണം ആ Pയുടെ നമുക്ക് APയുടെ ഹൈറ്റ് ഒന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളോട്. APക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും ആവാം, അത് നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ APയുടെ ഹൈറ്റ് എത്രയാകാമെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന BAPയുടെ ഏരിയ BACക്ക് തുല്യമായിരിക്കണം. എങ്ങനെ? BAPയിൽ ഇടാൻ പോകുന്ന P കൂടി ഉൾപ്പെടുന്ന BAP എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ BACക്ക് ഈക്വൽ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ആക്കണമെങ്കിൽ രണ്ടിൻ്റെയും ബേസ് ഈക്വലാണ്. BAPയുടെയും BACയുടെയും ബേസ് BA തന്നെയാണ്. അപ്പോൾ ഇനി P വരുമ്പോൾ ആ BAPയുടെ ഏരിയ ഇതിന് ഈക്വൽ ആകണമെങ്കിൽ ആ P വരുന്നത് C എവിടെയാണോ കിടക്കുന്നത് അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കണം. അതേ ഹൈറ്റിൽ തന്നെ C വന്നാൽ മാത്രമേ നമുക്കിവിടെ BAP സെയിം ഹൈറ്റിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. സെയിം ഏരിയയിൽ നമുക്ക് BAPയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സെയിം ഹൈറ്റിൽ Cക്ക് സെയിം ഹൈറ്റിൽ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ Cക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നോ അതേ ഡിസ്റ്റൻസിൽ തന്നെ ഒരു P ഇവിടെ എവിടെയെങ്കിലും വന്നാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി? ഈ BAക്ക് പാരലായിട്ടൊരു ലൈൻ Cയിലൂടെ വരച്ചു കൊടുത്താൽ മതി. ഈ BAക്ക് പാരലായിട്ടൊരു ലൈൻ Cയിലൂടെ വരയ്ക്കുമ്പോൾ ആ ലൈൻ വന്ന് ഇതിനകത്ത് എവിടെ ടച്ച് ചെയ്യുമോ ആ പോയിന്റ് ആയിരിക്കും Pയുടെ ഹൈറ്റ് ഈക്വലായിട്ട് വരുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ABക്ക് പാരലായിട്ട് Cയിലൂടെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്താൽ ആ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റുകളിലൂടെയും ഉള്ള ഹൈറ്റ് ABക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് Cയിലൂടെ ഒരു പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏത് ലൈനിന് പാരലായിട്ടാണോ നമ്മൾ ലൈൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആ ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റ് സ്ക്വയർ അറേഞ്ച് ചെയ്യുന്നു. ഈ ലൈനിനോട് ചേർത്ത് നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു. അതിനോട് ചേർത്ത് നമ്മൾ സ്കെയിൽ വെക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മതി. സ്ലൈഡ് ചെയ്ത് കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം തോന്നാ Cയിലൂടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആ Cയിലെത്തുമ്പോൾ ആ സെറ്റ് സ്ക്വയർ നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നു. Cയിലെത്തുമ്പോൾ സെറ്റ് സ്ക്വയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിലൂടെ നമുക്കൊരു പാരലൽ ലൈൻ വരച്ചാൽ മാത്രം മതി. ഈ Cയിലൂടെ നമുക്കിനി തെറ്റാതെ ഒരു പാരലൽ ലൈൻ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഹൈറ്റിൽ ഒരു പാരലൽ ലൈൻ കിട്ടും. ഇനി അതിനെ നമ്മളങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയല്ലോ. ഇതിനെ പതുക്കെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ
എ ബിക്ക് പാരലായിരിക്കും. എ ബിക്ക് പാരലായിട്ടാണ് ഈ ലൈൻ വരച്ചേക്കുന്നത്. ഈ ലൈൻ 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഇവിടെ എവിടെയാണോ ടച്ച് ചെയ്തത് ആ പോയിന്റിനെ പി എന്ന് വിളിക്കാം. പി എന്ന് വിളിച്ചിട്ട് ആ പിയും എ ബിയും കൂടെ ജോയിൻ ചെയ്താൽ മതി. പിയും എ ബിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമതൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി പി രണ്ടാമത് വരച്ച ട്രയാങ്കിൾ ശ്രദ്ധിച്ചെവിടെ എ ബി ബേസോട് കൂടി 90 ഡിഗ്രി ആംഗിളോട് കൂടി സിയുടെ അതേ ഹൈറ്റിൽ നമ്മൾ ഇവിടെ രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്ത ഈ ട്രയാങ്കിൾ ഹാവ് ദി സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് വാട്ട്സ് എ ബി സി. എ ബി സിയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും ഈ എ ബി പിയുടെ ഏരിയയും. ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുവെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഞാൻ തിയറിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ എത്രയേ ഉള്ളൂ, എ ബിക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ സെയിം ഏരിയ ഉള്ള നമുക്ക് ട്രയാങ്കിൾ കിട്ടും. എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈൻ വരച്ചാൽ അതിൽ വഴി ഉണ്ടാക്കുന്ന ട്രയാങ്കിൾസ് എല്ലാം സെയിം ഏരിയയിലുള്ളതായിരിക്കും. അതിൽ എവിടെ നമുക്ക് പി എന്ന പോയിന്റ് ഇടണം, പി എന്ന പോയിന്റ് ഇടേണ്ട കണ്ടീഷനുണ്ട്. ഇവിടെ നിന്നുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് പാരലൽ ലൈൻ വരച്ചു, അതുകൂടി ഇന്റർസെക്ട് ചെയ്തു. ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് പി എന്ന പേര് വിളിച്ചു. ട്രയാങ്കിൾ എ ബി പി ഇതിന് ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ ബി സി ക്യൂ കൺസ്ട്രക്ട് ചെയ്യണം. ശ്രദ്ധിച്ചെവിടെ ബി സി ക്യൂ ഇപ്പം നമ്മൾ പിടിച്ചിരിക്കുന്ന സൈഡ് ബി സി ആണ്. ഈ ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എവിടെയോ ബി സിക്ക് ഒരു സൈഡിൽ എവിടെയോ ഒരു ക്യൂ കൂടി ഇടണം. പക്ഷെ ആ ബി സി ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം. ബി സി നമ്മളിവിടെ 90 ഡിഗ്രി ഉണ്ടാക്കിയതുപോലെ ഈ ബി സി ക്യൂ, അതായത് ഈ ട്രയാങ്കിൾ നോക്കി ഇവിടെ ഈ ബി സി കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ ബി സിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആംഗിൾ ഇനി 60 ഡിഗ്രി ഉള്ള ആംഗിൾ ഇവിടെ ഉണ്ടാക്കുകയും വേണം. ബി സി ക്യൂ എന്ന് പറയുന്ന ക്യൂ ഇതിനകത്ത് എവിടെയോ വരുമ്പോൾ ആ ക്യൂ എവിടെ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഏരിയ ഈക്വൽ ആക്കിക്കൊണ്ടുമായിരിക്കണം. അത് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബി സിയെ ബേസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ബി സിയെ ബേസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടൊരു ഏരിയ കിട്ടണമെങ്കിൽ അത് എയിലൂടെ പാസ് ചെയ്ത് പോകുന്ന പാരലൽ ലൈനിൽ കൂടെ കിടക്കുന്ന ഒരു വെർട്ടെക്സ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പം ചെയ്തതുപോലെ സെറ്റ് സ്ക്വയർ ഇതിന് പാരലായിട്ട് വെച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ ഇതിന് പാരലായിട്ട് വെച്ചുകൊണ്ട് മുകളിലോട്ട് സ്ലൈഡ് ചെയ്ത് കയറ്റി എയിൽ എത്തിച്ചതിന് ശേഷം എയിലൂടെ നമുക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരച്ചിടാം. ഇപ്പം ഇത് ബി സിക്ക് പാരലായിട്ടൊരു ലൈനാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന ഏത് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താലും ബി സി ബേസ് ആക്കിക്കൊണ്ട് ഇവിടെ എവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കിയാലും അത് ബി സി എയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, ബി സിക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചത് കൊണ്ട് ഇതിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് വരുന്ന മൂന്നാമത്തെ വെർട്ടെക്സ് ഇതിൽ വരുന്ന ഏത് ട്രയാങ്കിൾ ബി പി സിയോ അല്ലെങ്കിൽ ബി ഡി സിയോ അങ്ങനെ ഏതിനകത്ത് എവിടെ ഇനി ഒരു പോയിന്റ് ഇട്ട് ട്രയാങ്കിൾ വരച്ചാലും ആ ട്രയാങ്കിളും ഇതും തമ്മിലുള്ള ഏരിയ ഈക്വൽ ആയിരിക്കും. പക്ഷെ അങ്ങനെ എല്ലായിടത്തും നമുക്ക് പി കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, ക്യൂ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ക്യൂ ഇവിടെ എവിടെ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഈ ബി സിയിലൂടെ വരുന്ന ആംഗിൾ ആയിരിക്കും. അപ്പം നമുക്കിവിടെ ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സൈഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം, 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, എവിടെ നിന്ന് മെഷർ ചെയ്യണം എന്ന സംശയം വരരുത്. ഈ ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കാൻ ഇവിടം വരെ എത്തിയാൽ മതി. അപ്പോൾ ഇതുവഴി ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതിയാകും. നമ്മളിത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ആ ലൈൻ വന്ന് എവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു. ആ പോയിന്റിനെ നമ്മൾ ബി സി ക്യൂ എന്ന് വിളിച്ചാൽ ഈ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ബി സി ക്യൂ എന്ന മൂന്നാമത്തെ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇതുപോലെ സി എ ആർ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നിട്ടുണ്ട്. സി എ ആറിൻ്റെ കണ്ടീഷൻ എന്ന് ആംഗിൾ എ സി ആർ 30 ഡിഗ്രിയാണ്. സി എ ആർ, സി എ എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് എവിടെയോ മൂന്നാമത്തെ വെർട്ടെക്സ് നമ്മൾ കണ്ടെത്തണം. പക്ഷേ ആ വെർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു പാരലൽ ലൈനിലായിരിക്കും കിടക്കുന്നത്. കാരണം ഏരിയ ഈക്വൽ ആക്കേണ്ടതുണ്ട്. അപ്പോൾ എ സിക്ക് പാരലായിട്ട് ബിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആംഗിൾ എ സി ആർ ഇവിടെ ഒരു 30 ഡിഗ്രി ആംഗിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ ആംഗിൾ ഇവിടെ എവിടെ വന്ന് ടച്ച് ചെയ്യുമോ ആ പോയിന്റിനെ ആർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ ആംഗിൾ എ സി ആർ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരേ ഒരു കണ്ടീഷൻ ഇതാണ്. പാരലൽ ലൈൻസിൻ്റെ ഈ ഇടയിൽ കിടക്കുന്ന ആംഗിൾസിൻ്റെ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും ഏരിയ ഈക്വൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന സൈഡിന് ഓപ്പോസിറ്റ് ഒരു പാരലൽ ലൈൻ വരയ്ക്കും. എന്നിട്ട് ഏത് വെർട്ടെക്സിലാണോ ആംഗിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുമ്പോൾ അത് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിന് മൂന്നാമത്തെ വെർട്ടെക്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രയാങ്കിൾ വരച്ച രീതി മനസ്സിലായല്ലോ.
അപ്പോൾ ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ BCAR എങ്ങനെ വരയ്ക്കുമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ട്രൈ സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ വിത്ത് ഓൺ വെർട്ടെക്സ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ട്രൈ സർക്കിൾ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ എല്ലാവരും. ട്രൈ സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ വിത്ത് ഓൺ വെർട്ടെക്സ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി അതർ 2 ഓൺ ദി സർക്കിൾ. Draw another triangle of the same area with all 3 vertices on the circle. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഡ്രാ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് റഫായിട്ട് വരയ്ക്കാം. ഡ്രാ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. 1 വെർട്ടെക്സ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ട്രയാങ്കിളിൻ്റെ 1 വെർട്ടെക്സ് സെൻറ്ററിൽ വരണം. And the other 2 vertices are on the circle. On the circle means ഇവിടെ സർക്കിളിനകത്താണ് മറ്റ് 2 വെർട്ടെക്സുകൾ. അതിനകത്ത് എവിടെ വേണമെങ്കിലും ആവാം. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം. കൂടാതെ ഇനി അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രാ അനദർ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ. തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ നമ്മൾ ACB അല്ലെങ്കിൽ ABC എന്ന് വിളിച്ചാൽ, ABC എന്ന് ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്താൽ, we have to construct another triangle of the same area. What is the condition? All of 3 vertices of the next triangle. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ എല്ലാ വെർട്ടെക്സുകളും ഓൺ ദി സർക്കിൾ, സർക്കിളിലായിരിക്കുകയും വേണം. അപ്പം നമുക്ക് ഈ വെർട്ടെക്സ് വെച്ചുകൊണ്ട് ABC ഇവിടെ ഉണ്ട്. ഇതിൽ 2 വെർട്ടെക്സ് ABക്ക് സർക്കിളിൽ തന്നെയാണ്. ഇനി മൂന്നാമതൊരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ വെർട്ടെക്സുകളും സർക്കിളിൽ തന്നെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, ട്രയാങ്കിളിൻ്റെ ഏരിയകൾ രണ്ടും സെയിം ആയിരിക്കണം എന്നുകൂടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബേസിൻ്റെ ലെങ്ത് ഇതാണ്. നമ്മളിപ്പം പഠിച്ച് തിയറി വെച്ചുകൊണ്ട് നോക്കിയാൽ ഇതേ ബേസോടുകൂടി ഈ C എത്ര ഹൈറ്റിലാണോ കിടക്കുന്നത് അതേ ഹൈറ്റിൽ ഈ സർക്കിളിനകത്ത് വെർട്ടെക്സുകൾ ഇട്ടാൽ ആ വെർട്ടെക്സ് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് AB വരച്ചാൽ പോരെ. എന്താ ഞാൻ പറഞ്ഞേ? നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് P എന്ന് വിളിക്കുന്നു. ആ P ജോയിൻ ചെയ്തുകൊണ്ട് APB വരച്ചാൽ ഈ രണ്ടിൻ്റെ ഏരിയ സെയിം ആവുമോ? ആവത്തില്ല. കാരണം ഈ Pയും Cയും ഒരേ ഹൈറ്റിലല്ല. ഇനി ഇവിടെ കണ്ടിട്ടാലോ, ആ പോയിന്റിനെ Q എന്ന് വിളിച്ചാൽ ഈ Qയും Cയും ഒരേ ഹൈറ്റിലല്ല. അതുകൊണ്ട് ABCയുടെ ഏരിയ സെയിം ആവത്തില്ല. അപ്പോൾ Cയുടെ അതേ ഹൈറ്റിൽ തന്നെ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ABക്ക് പാരലായിക്കൊണ്ട് Cയിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ ഇതിനെ ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ എവിടെയെങ്കിലും P എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ നമ്മളൊരു സർക്കിൾ അങ്ങ് വരയ്ക്കുന്നു. ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ സെൻട്രൽ പോയിന്റിനെ നമ്മൾ C എന്ന് വിളിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? 1 vertex is at the center of the circle and the other 2 vertices are on the circle. On the circle means ഇതാണ് സർക്കിൾ. ആ സർക്കിളിനകത്താണ് മറ്റ് 2 വെർട്ടെക്സുകൾ. അവിടെ നമുക്ക് 2 വെർട്ടെക്സും ഇടാം. ആ വെർട്ടെക്സ് ഇട്ടിട്ട് അതിനെ AB എന്ന് പേര് വിളിക്കാം. ഇനി ABC ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ ABC കിട്ടും. ABC ജോയിൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കവറപ്പ് ചെയ്തു. എന്തോന്നായിരുന്നു? C is at the center of the circle, 1 vertex is at the center of the circle and the other 2 vertices are on the circle. ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ കൂടി കൺസ്ട്രക്ട് ചെയ്യണം. എന്താ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? all 3 vertices are on the circle. ഈ സർക്കിളിനകത്ത് തന്നെ 3 വെർട്ടെക്സും വരണം. 2 എണ്ണം ഇവിടെയായി. ഇനി മൂന്നാമത്തെ വെർട്ടെക്സ് ഈ സർക്കിളിൽ എവിടെ ഇടണമെന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷേ ആ മൂന്നാമത്തെ വെർട്ടെക്സ് ഇടുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ABCയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ABCയുടെ ഏരിയയ്ക്ക് ഈക്വൽ ആവണമെങ്കിൽ AB ബേസ് ആക്കിക്കൊണ്ട് C ഏത് ഹൈറ്റിലാണോ കിടക്കുന്നത് അതേ ഹൈറ്റിൽ തന്നെ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് കണ്ടെത്തിയാൽ മതിയല്ലോ. അതിനെന്ത് ചെയ്താൽ മതി? ABക്ക് പാരലായിട്ടൊരു ലൈൻ Cയിലൂടെ വരച്ചു കൊടുത്താൽ മതി. ABക്ക് പാരലായിട്ട് സെറ്റ് സ്ക്വയർ വെച്ച് സ്കെയിൽ വെച്ച് മുകളിലോട്ട് സ്ലൈഡ് ചെയ്ത് കറക്റ്റ് Cയിലൂടെ നമുക്കൊരു ലൈൻ വരച്ചാൽ മാത്രം മതി. വരച്ചാൽ ഈ കിട്ടുന്നത് ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനായിരിക്കും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? C at the center of the circle, one vertex at the center of the circle and other 2 vertices on the circle. അപ്പോൾ ABC എന്ന ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് ഇനി ഉണ്ടാക്കണമെങ്കിൽ, ഏരിയ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ ABക്ക് പാരലായിട്ട് Cയിലൂടെ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ലൈൻ സർക്കിളിൽ എവിടെ ടച്ച് ചെയ്തിരിക്കുന്നോ ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വെർട്ടെക്സ് കൂടെ കണ്ടെത്തിയിട്ട് ആ വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ
ഈ വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ABP എന്ന് പറയുന്ന രണ്ടാമതൊരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ ഓൾ വെർട്ടീസസ് ആർ ഓൺ ദി സർക്കിളാണ്. സെയിം ബേസോട് കൂടി ഒരു പാരലൽ ലൈൻസിന് ഇടയിലുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നമുക്കിങ്ങനെ ഏരിയ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഏരിയ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് പാരലൽ ലൈൻസിനിടയിലുള്ള ട്രയാങ്കിൾസിനകത്തിൻ്റെ ഏരിയ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്കിവിടെ കാണാം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.